വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 14. അക്കാലത്ത് സമാന്തര രാജാവായ ഹെരോദസ് യേശുവിൻ്റെ കൃത്യത്തെപ്പറ്റി കേട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപയോഹന്നാനാണ്. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി അവനിൽ പ്രവർത്തിക്കുന്നത്. ഹെരോദസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, നീ അവളെ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെരോദസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെരോദസിൻ്റെ ജന്മദിനത്തിൽ ഹെരോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപയോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വച്ച് എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകുവാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളയച്ച് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ നീതിയെ ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷം നമ്മെ ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഹെരോദസ് രാജാവ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട് തൻ്റെ രാജസേവകരോട് പറയുന്ന സംഭവമാണ് സ്നാപയോഹന്നാനുമായി ബന്ധപ്പെട്ടത്. സ്നാപയോഹന്നാൻ മരിച്ചുവെങ്കിലും ഉയർത്തെഴുന്നേറ്റുവെന്നും ആ ഉയർത്തെഴുന്നേറ്റ സ്നാപകൻ്റെ ശക്തിയാണ് ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് അവൻ വിശ്വസിക്കുകയും അത് അവരോട് പറയുകയും ചെയ്യുന്നു. സ്നാപയോഹന്നാൻ യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു പ്രവാചകനായിരുന്നു. അവൻ നീതിരഹിതമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി, ദൈവത്തിൻ്റെ സ്വരമായി, ഭൂമിക്ക് ക്രിസ്തു സാക്ഷ്യമായി. അവൻ്റെ ജീവിതം മുഴുവനും നന്മയ്ക്കും നീതിക്കും വേണ്ടി നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ അവൻ രാജാക്കന്മാരാലും സമൂഹത്തിലെ നിയമപണ്ഡിതരാലും തിരസ്കൃതരായി. അവൻ അവർക്കെല്ലാവർക്കും ചോദ്യചിഹ്നമായി. സത്യത്തിന് വേണ്ടി നിലകൊണ്ട സ്നാപയോഹന്നാൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം നൽകേണ്ടി വന്നു. എന്നിട്ടും അവൻ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. സ്നാപയോഹന്നാൻ്റെ ജീവിതം ഒരു പ്രവാചകൻ എന്ന നിലയിൽ അവൻ ഈ ഭൂമിയിലെ ആർക്കും ഉത്തരം നൽകേണ്ടതുണ്ടായിരുന്നില്ല. അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്കും അനുസരിച്ച് വ്യാപരിക്കേണ്ടവനായിരുന്നു. അവൻ അപ്രകാരം തന്നെ അവൻ നിലകൊണ്ടു. പഴയ നിയമ പുസ്തകത്തിലെ ഏലിയ പ്രവാചകനോടാണ് പലപ്പോഴും ഈ സ്നാപയോഹന്നാനെ ഉപമിക്കുക. കാരണം ധീരമായ സാക്ഷ്യമായിരുന്നു. അവൻ രാജാക്കന്മാരെയും പ്രമുഖന്മാരെയും ഭയപ്പെട്ടില്ല. അവൻ സത്യസന്ധമായി ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുക തന്നെ ചെയ്തു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം കൂടി ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. നാം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടാലും, നാം നീതിരഹിതമായി വിധിക്കപ്പെട്ടാലും സത്യത്തിൽ നിന്ന് പിന്മാറരുതെന്നും നീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്നും നമ്മെ ഓർപ്പെടുത്തുന്ന നന്മയുടെ പാഠമാണ്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പേരിൽ ജയിലറയിൽ അടയ്ക്കപ്പെട്ട സമർപ്പിതരെ ഈ ദിനം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീതിരഹിതമായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്? അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സത്യത്തിൽ എല്ലാവർക്കും അറിയാം. എങ്കിലും ക്രിസ്തുവിനെ പ്രതി അവർ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. എന്നാൽ ഓർക്കുക, നീതിക്ക് വേണ്ടി പീഡകൾ ഏൽക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് ക്രിസ്തു വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ നാം നീതിരഹിതമായി ശിക്ഷിക്കപ്പെടുകയോ നിന്ദിക്കപ്പെടുകയോ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയോ ചെയ്താൽ പോലും ഭയപ്പെടേണ്ടതില്ല. സ്വർഗം നമ്മെ നിത്യതയുടെ പൂർണ്ണതയിലേക്ക് ഉയർപ്പിക്കുക തന്നെ ചെയ്യും. ഈ പ്രത്യാശയിൽ അർപ്പിതമായി നീതിപൂർണ്ണം വ്യാപരിക്കുവാൻ വേണ്ട ആത്മീയ കൃപയ്ക്ക് വേണ്ടി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം.
കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.